ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 12ാമത്തെ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജോമെട്രിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ ഒരു പോയിൻ്റ് എങ്ങനെയാണ് ഒരു പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു പോയിൻ്റ് പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 2 ആക്സിസ് വരച്ചിട്ടാണ് ആ പോയിൻറ്റിനെ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് പ്ലോട്ട് ചെയ്യുന്നത്. നമുക്കൊന്ന് ആക്സിസ് വരച്ച് നോക്കാം. ഇവിടെ 2 ആക്സിസ് നമ്മൾ വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസ് ഹൊറിസോണ്ടലി വരച്ചു, വൈ ആക്സിസ് വെർട്ടിക്കലായിട്ട് വരച്ചു. ദി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് നമ്മൾ ഒറിജിൻ മാർക്ക് ചെയ്തു. ഇതാണൊരു 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യാൻ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇനി ഒരു പോയിൻ്റ് പി പ്ലോട്ട് ചെയ്യുന്നു. കോർഡിനേറ്റ്സ് ഓഫ് പി ആർ എക്സ്, വൈ. പിയുടെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് നമുക്ക് കിട്ടുന്നത് പിയിൽ നിന്നും എക്സ് ആക്സിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ആ പെർപെൻഡിക്കുലർ എക്സ് ആക്സിൽ മീറ്റ് ചെയ്യുന്ന വാല്യൂ, അതാണ് എക്സ് കോർഡിനേറ്റായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. അതേപോലെ പിയിൽ നിന്നും വൈയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ, വൈ ആക്സിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ ആ പെർപെൻഡിക്കുലർ വൈ ആക്സിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് വാല്യൂ, വൈയുടെ വാല്യൂ ആണ് നമ്മൾ വൈ കോർഡിനേറ്റായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇതാണ് 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യുന്നതിന് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ നമ്മളെല്ലാവരും നേരത്തെ പഠിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. 2 ഡയമെൻഷണൽ പ്ലെയിനിൽ ഒരു പോയിൻ്റ് എങ്ങനെ പ്ലോട്ട് ചെയ്യും, അതുപോലെ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 3 ഡയമെൻഷണൽ പ്ലെയിനിൽ എങ്ങനെ ഒരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ 3 ഡയമെൻഷണൽ പ്ലെയിനിൽ ആക്സിസ് എങ്ങനെയാണ്, അതുപോലെ അതിലൊരു പോയിൻ്റ് നമ്മളെങ്ങനെ പ്ലോട്ട് ചെയ്യും. അടുത്ത ഒരു ചിത്രം ശ്രദ്ധിക്കുക. 3 ഡയമെൻഷണൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിൽ 3 ആക്സിസ് ഉണ്ട്. ചിത്രത്തിലൊന്ന് ശ്രദ്ധിക്കുക. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ആക്സിസ്, അതായത് ഒന്ന് എക്സ് ആക്സിസ് ആണ്, ഞാനിവിടെ വരച്ചിട്ടുണ്ട് എക്സ് ആക്സിസ്. എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനാണ് ഇത്. അതുപോലെ അതിൻ്റെ നെഗറ്റീവ് ഡയറക്ഷൻ എക്സ് ഡാഷ് ആണ്, ഒ എക്സ് ഡാഷ്. അതുപോലെ അതിന് പെർപെൻഡിക്കുലറായിട്ട് വൈ ആക്സിസ് വന്നിട്ടുണ്ട്, വൈ ആക്സിസ്. ഈ 2 ആക്സിസിനും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് സെഡ് ആക്സിസ് വരച്ചിട്ടുള്ളത്. അപ്പോൾ എക്സ്, വൈ ആൻഡ് സെഡ് ആക്സിസ് ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസ്. അപ്പോൾ 3 ആക്സിസ് ഞാൻ വരച്ചു. ഇനി ആ 3 ആക്സിസും കൂടി 3 പ്ലെയിൻ ഫോം ചെയ്യുന്നുണ്ട്. 3 പ്ലെയിൻ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എക്സ് വൈ പ്ലെയിൻ എന്ന് പറയുന്ന പ്ലെയിൻ, അതായത് എക്സ് ആക്സും വൈ ആക്സും ഫോം ചെയ്യുന്ന പ്ലെയിൻ ഇവിടെ ഞാൻ വരച്ചിട്ടുള്ളതിൽ ബ്ലൂ കളറിലുള്ള പ്ലെയിനാണ് എക്സ് വൈ പ്ലെയിൻ. ഇനി എക്സ് ആക്സിസും സെഡ് ആക്സിസും കൂടി ഫോം ചെയ്യുന്ന പ്ലെയിൻ, അതാണ് ഗ്രീൻ കളറിലുള്ള പ്ലെയിൻ, ഈ പ്ലെയിൻ. ഇനി മൂന്നാമതൊരു പ്ലെയിൻ ഫോം ചെയ്യുന്നത് സെഡ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ ഫോം ചെയ്യുന്ന പ്ലെയിനാണ്. അത് ഞാനിവിടെ വരച്ചിട്ടുള്ളത് റെഡ് കളറിലാണ്. റെഡ് കളറിലുള്ള പ്ലെയിൻ വൈ സെഡ് പ്ലെയിൻ, വൈ സെഡ് പ്ലെയിൻ ആണ്. ഒന്നുകൂടി പറയാം, എക്സ് വൈ പ്ലെയിൻ ആണ് ബ്ലൂ കളറിലുള്ള പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ. ആൻഡ് ഗ്രീൻ കളറിലുള്ളത് എക്സ് സെഡ് പ്ലെയിൻ ആണ്. റെഡ് കളറിലുള്ളത് എക്സ് സെഡ് വൈ അല്ലെങ്കിൽ വൈ സെഡ് പ്ലെയിൻ ആയിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിന് നമ്മൾ ഈ 3 പ്ലെയിനുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലറാണ്. അതുപോലെ അത് ഈ 8 ഭാഗമായിട്ട് നമ്മുടെ ഈ സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 8 ഭാഗമായിട്ട് സ്പേസിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് ഒന്ന് മനസ്സിലാക്കാം. എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ, വൈ ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ, സെഡ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ. അതായത് ഈ ഒരു ഭാഗം മുറി നമ്മളൊരു 8 മുറികളായിട്ട് മാറുന്നു. മേലെ 4 മുറി, താഴെ 4 മുറി. അതുപോലെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതിൽ ആദ്യത്തെ മേലത്തെ 1ാമത്തെ മുറി നോക്കാം നമുക്ക്. എക്സ് വൈ സെഡ് ഈ 3 ആക്സിസിൻ്റെയും പോസിറ്റീവ് ഭാഗമാണ് അവിടെ വന്നിട്ടുള്ളത്. ഈ ഭാഗത്തിന് നമ്മൾ ഫസ്റ്റ് ഒക്ടൻ്റ് എന്ന് പറയും. അപ്പോൾ ഈ 8 ഭാഗങ്ങളെ പറയുന്നത് 8 ഒക്ടൻസ് എന്നാണ്.
അതിൽ ആദ്യത്തെ ഒക്ടൻ്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും വൈ ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും സെഡ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും വരുന്ന ഈ മുകളിലുള്ള ആദ്യത്തെ ഒക്ടൻ്റ്. ഇനി അതിന് പുറകിലായിട്ട് വരുന്ന എക്സ് ആക്സിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനും വൈ ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും സെഡ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനും വരുന്ന അതിൻ്റെ പുറകിലായിട്ട് വരുന്ന ഒക്ടൻ്റാണ് സെക്കൻഡ് ഒക്ടൻ്റ്. അതുപോലെ മുകളിലുള്ള മൂന്നാമത്തെ ഒക്ടൻ്റ് അതിൻ്റെ സൈഡിലായിട്ട് വരുന്ന ഒക്ടൻ്റാണ്. അതായത് എക്സ് നെഗറ്റീവ് ആക്സിസ്, അതുപോലെ വൈയുടെ നെഗറ്റീവ് സൈഡ്, സെഡിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ. ഇനി നാലാമത്തത് ഇവിടെ ഫ്രണ്ടിലായിട്ട് വരുന്ന, അതായത് എക്സിൻ്റെ പോസിറ്റീവ്, വൈയുടെ നെഗറ്റീവ്, സെഡിൻ്റെ പോസിറ്റീവ്. അപ്പോൾ മുകളിലുള്ള 4 ഒക്ടൻ്റുകളിൽ സെഡ് പോസിറ്റീവാണ്. ഇനി ഇതിന് തൊട്ട് 1ൻ്റെ തൊട്ട് താഴെ വരുന്ന ഒക്ടൻ്റാണ് 5th ഒക്ടൻ്റ്. പിന്നെ അതിന് പുറകിലായിട്ട് വരുന്നത് 6th, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വരുന്നത് 7, ഇനി അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വരുന്നത് 8 ആണ്. ഇങ്ങനെയാണ് ഒരു 8 ഭാഗമായിട്ട് ഒരു സ്പേസിനെ ഈ 3 ആക്സിസുകൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ 3 പ്ലെയിനുകൾ. ആ 3 പ്ലെയിനുകൾ നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ബ്ലൂ, ഗ്രീൻ, റെഡ് കളറിലാണ് വരച്ചിട്ടുള്ളത്. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാർഡ്ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ മോഡൽ ഉണ്ടാക്കി നോക്കാം. അതായത് ഒക്ടൻ്റുകളിൻ്റെ മോഡൽ, ഒക്ടൻ്റുകൾ. അതായത് ഇവിടെ 8 ഭാഗമായിട്ട് സ്പേസിനെ ഡിവൈഡ് ചെയ്യുന്നു. ആ 8 ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്ടൻസ് എന്ന് പറയും. 8 ഒക്ടൻസ്. ഇപ്പോൾ 8 ഒക്ടൻസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി ഓരോ ഒക്ടൻറ്റിലുമുള്ള പോയിൻറ്റ്സ് അതിൻ്റെ ഏത് ഭാഗം, മാക്സിൻ്റെ ഏത് ഭാഗമാണോ അവിടെ വന്നിട്ടുള്ളത് അതിനനുസരിച്ച് പോസിറ്റീവോ നെഗറ്റീവോ ആയി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ വരുന്ന ഒക്ടൻറ്റിനെ നമുക്കൊന്ന് 8 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ 8 ഒക്ടൻസിനെ നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് ഒന്നാമത്തെ ഒക്ടൻ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ, വൈയുടെ പോസിറ്റീവ് ഡയറക്ഷൻ ആൻഡ് സെഡിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ. നമുക്ക് ഈ ഒറിജിനും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് XOYZ എന്ന് പറയും. XOYZ. ഇനി രണ്ടാമത്തെ ഒക്ടൻ്റ് എന്ന് പറയുന്നത് എക്സിൻ്റെ നെഗറ്റീവ് ഡയറക്ഷൻ, പിന്നെ വൈ പോസിറ്റീവാണ്, സെഡ് പോസിറ്റീവാണ്. ഇനി അടുത്തത് എക്സ് ഡാഷ്, വൈ ഡാഷ്, സെഡ് ഡാഷ്. പിന്നെ അടുത്തത് വൈ ഡാഷ് സെഡാണ്. കാരണം മുകളിലുള്ള എല്ലാ ഒക്ടൻ്റുകളിലും സെഡ് പോസിറ്റീവായിട്ടാണ് വരിക. അതുപോലെ XO നാലാമത്തത് XOY ഡാഷ് സെഡാണ്. അപ്പം മുകളിലുള്ള 4 ഒക്ടൻ്റുകളാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത്. ആ 4 ഒക്ടൻ്റിൻ്റെ പ്രത്യേകത എന്താണ്? സെഡ് പോസിറ്റീവ് ഡയറക്ഷനുള്ള ആക്സിസ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സെഡ് കോർഡിനേറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇനി ബാക്കിയുള്ള കോർഡിനേറ്റ്സ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഇനിയുള്ള 4 നമുക്ക് അടുത്ത ഒരു പേജിൽ എഴുതാം. ഇനിയുള്ള 4 താഴെയുള്ളതാണ്. അതിലൊക്കെ സെഡിൻ്റെ നെഗറ്റീവ് ഡയറക്ഷനാണ് വരുന്നത്. അതിൽ ആദ്യത്തേത് 5ാമത്തെ ഒക്ടൻ്റ് XOY സെഡ് ഡാഷ് ആണ്. 6ാമത്തത് എക്സ് ഡാഷ് OY സെഡ് ഡാഷ് ആണ്. 7ാമത്തത് എക്സ് ഡാഷ് OY ഡാഷ് സെഡ് ഡാഷ് ആണ്. 8ാമത്തത് XOY ഡാഷ് സെഡ് ഡാഷ് ആണ്. അപ്പോൾ ഇങ്ങനെ 8 ഒക്ടൻ്റുകളായി നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ ഒന്നാമത്തെ ഒക്ടൻ്റിന് നമുക്ക് 1 കൊടുക്കാം. ഇത് സെക്കൻഡാണ്, ഇത് തേർഡാണ്, ഇത് 4th ആണ്. അപ്പോൾ ഈ 4 മുകൾ ഭാഗത്തുള്ള ഒക്ടൻ്റുകളാണ്. ഇനി അടുത്ത 4 താഴെ ഭാഗത്തുള്ളത്. അതിന് നമുക്ക് 5th യഥാക്രമം 5th 6th 7th 8th ആയിട്ട് എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കാം, ഇതിൽ 3 കോർഡിനേറ്റും നെഗറ്റീവായിട്ടുള്ള ഒക്ടൻ്റ് ഏതാണ്? 7th ഒക്ടൻ്റാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കാർഡ്ബോർഡ് കൊണ്ട് ഇതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി നോക്കാം. ഒക്ടൻ്റുകൾ എങ്ങനെയാണ് ഇത് നമുക്കൊന്ന് അതിനെ മോഡലാക്കിയാൽ കുറച്ചുകൂടി ക്ലിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ ഒക്ടൻ്റുകളിൽ നമ്മളൊരു പോയിൻറ്റിനെ എങ്ങനെ പ്ലോട്ട് ചെയ്യും നോക്കാം. ഒരു പോയിൻ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന രീതി, അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും കണ്ടുപിടിക്കുന്ന രീതി. ഇവിടെ 3 ആക്സിസ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ ഒരു പോയിന്റിന് 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും. എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, സെറ്റ് കോർഡിനേറ്റ്. ഇനി എങ്ങനെയാണ് ആ കോർഡിനേറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ എക്സ് ആക്സിൻ്റെയും വൈ ആക്സിൻ്റെയും സെഡ് ആക്സിൻ്റെയും പോസിറ്റീവ് ഡയറക്ഷൻ മാത്രം ഞാനൊന്ന് വരച്ചിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ഒക്ടൻറ്റിലുള്ളൊരു പോയിന്റിനെ എടുത്തിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു പോയിന്റ് എടുത്തിട്ടുണ്ട് ഇവിടെ, പി എക്സ് വൈ സെഡ്. പി എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാനിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം എക്സ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനാണ്, വൈ ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ, സെഡ് ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ. അതുകൊണ്ട് തന്നെ എക്സ് വൈ സെഡ് മൂന്നും പോസിറ്റീവ് ആയിരിക്കും. ഇനി ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എക്സ് കോർഡിനേറ്റ് ആ പോയിന്റിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ താഴോട്ടേക്ക് വരച്ചാൽ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, എക്സ് വൈ എന്ന് പറയുന്ന പ്ലെയിനിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ അത് എക്സ് ആക്സിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഒറിജിനിൽ നിന്നും അവിടത്തേക്കുള്ള ദൂരമാണ് ഈ പോയിന്റിൻ്റെ, പി എന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ്. അതായത് ഈ ദൂരത്തെ ആണ് നമ്മൾ എക്സ് കോർഡിനേറ്റായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ വൈ കോർഡിനേറ്റ്, അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടും എക്സ് വൈ പ്ലെയിനിൽ. ഇനി ഇവിടുന്ന് നമ്മൾ വൈ ആക്സിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനാണിത്. ഇവിടത്തേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ദൂരമായിരിക്കും ഇതിൻ്റെ വൈ കോർഡിനേറ്റ്. അതുകൊണ്ട് തന്നെ ഈ ദൂരം, ഈ കാണിക്കുന്ന ഹൊറിസോണ്ടൽ ലെങ്ത്ത് അതിനോട് ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്, ഈ ലെങ്ത്താണ്, ഈ ദൂരമാണ് വൈ കോർഡിനേറ്റ് ആയിട്ട് വരുന്നത്. ഇനി എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പോയിന്റിന് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള ദൂരമായിരിക്കും. എക്സ് വൈ പ്ലെയിൻ, ചുരുക്കി പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് വൈ സെറ്റ് പ്ലെയിനിലേക്കുള്ള ദൂരവും, അതായത് വൈ സെറ്റ് പ്ലെയിനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇത് വൈ സെറ്റ് പ്ലെയിനിലേക്ക്, അതായത് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മൾ ആ വൈ സെറ്റ് പ്ലെയിനിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ ദൂരം ഇതിനോട് ഈക്വൽ ആയിരിക്കും. അതാണ് എക്സ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പിയിൽ നിന്നും വൈ സെറ്റ് പ്ലെയിനിലേക്കുള്ള ദൂരവും, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പിയിൽ നിന്നും എക്സ് സെറ്റ് പ്ലെയിനിലേക്കുള്ള ദൂരവും, സെറ്റ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ പിയിൽ നിന്നും എക്സ് വൈ പ്ലെയിനിലേക്കുള്ള ദൂരവും ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളതാണ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ഈ പിക്ക് കൊടുക്കുന്ന രീതി, എങ്ങനെയാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു പോയിൻറ്റിൻ്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ്, അത് ആക്സിൻ്റെ മേലെ ആകുമ്പോഴെങ്ങനെ, പ്ലെയിനിൻ്റെ മേലെ ആകുമ്പോഴെങ്ങനെ, ഇതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് അല്ലെങ്കിൽ ഒരു ക്യൂബോയിഡ് ഞാൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ക്യൂബോയിഡ് വരച്ചിരിക്കുന്നത് പി എന്ന് പറയുന്ന പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് പി എന്ന് പറയുന്ന ഒരു സ്പേസിൽ ഞാനൊരു പോയിന്റ് എടുക്കുന്നു. ഇവിടെയും ഞാൻ എക്സ് ആക്സിൻ്റെയും വൈ ആക്സിൻ്റെയും സെഡ് ആക്സിൻ്റെയും പോസിറ്റീവ് ഡയറക്ഷനാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അതേ കൺസെപ്റ്റ് തന്നെയാണ് മറ്റുള്ള ഒക്ടൻറ്റിലും ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ സെഡ് എന്ന് എടുക്കുന്നു. ഇനി പിയിൽ നിന്നും ഞാൻ ഇങ്ങോട്ടേക്കൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. നമുക്കറിയാം പിയിൽ നിന്ന് വൈ സെഡ് പ്ലെയിനിലേക്കുള്ള പെർപെൻഡിക്കുലറിൻ്റെ ദൂരമാണ് എക്സ് കോർഡിനേറ്റ്. അപ്പം എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതാണ്, പി ഇ ആയിരിക്കും എക്സ് കോർഡിനേറ്റ്. പി ഇ നമുക്കറിയാം ഒ എയോട് ഈക്വലാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് ഇതായിരിക്കും. അതുപോലെ പിയിൽ നിന്ന് എക്സ് സെഡ് പ്ലെയിനിലേക്കുള്ള ദൂരമാണ് വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അതായത് പി എഫ് ആണ് വൈ കോർഡിനേറ്റ്. പി എഫ് ഏതിനോട് ഈക്വൽ ആയിരിക്കും? ഒ ബിയോട് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് വൈ കോർഡിനേറ്റ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള ദൂരമാണ് പിയുടെ സെറ്റ് കോർഡിനേറ്റ്. അതായത് എക്സ് വൈ പ്ലെയിനിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ പി ഡി ആണ്. പി ഡിയോട് ഈക്വൽ ആയിരിക്കും ആര്? ഒ സി. അതുകൊണ്ട് ഒ സി ആണ് സെറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോരോ പോയിൻ്റായിട്ട് ഇവിടെ ഓരോരോ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പോയിൻറ്റിനെയും നമ്മളെങ്ങനെ കോർഡിനേറ്റ്സ് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കാം. പി എന്ന് പറയുന്ന പോയിൻ്റ് നമ്മളിവിടെ എക്സ് വൈ സെഡ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് ആക്സിസിൻ്റെ മേലെയുള്ള പോയിൻറ്റ്സ് ശ്രദ്ധിക്കാം. ആക്സിസിൻ്റെ മേലെയുള്ള പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒറിജിൻ അല്ലേ, ഒറിജിൻ നമുക്കറിയാം. ഒറിജിൻ എന്താണ്? ഒറിജിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയുന്നതാണ്. ഒറിജിൻ ഈസ് 0,
0 0. ഇതാണ് ഒറിജിൻ. ഇനി നമുക്ക് ആക്സിസിൻ്റെ മേലെയുള്ള പോയിൻ്റ് ആദ്യമായിട്ട് എ എടുക്കാം. എ എന്ന് പറയുന്ന പോയിൻ്റ് ആക്സിസിൻ്റെ മേലെയാണ്. അപ്പോൾ അതിൻ്റെ മറ്റ് കോർഡിനേറ്റ്സ് എക്സ് ആക്സിസിൽ മാത്രമേ അത് എക്സ് ആക്സിസിൻ്റെ മുകളിലാണ് എ ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? എയുടെ എക്സ് കോർഡിനേറ്റ് എക്സ് ആയിരിക്കും. വൈ കോർഡിനേറ്റ് സെഡ് കോർഡിനേറ്റും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ബി എന്ന് പറയുന്ന പോയിൻ്റ് അപ്പോൾ വൈ ആക്സിലാണ്. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് പറയാം. ബിയുടെ വൈ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 y 0. അതേപോലെ സി ഏത് ആക്സിൻ്റെ മേലെയാണ്? സെഡ് ആക്സിൻ്റെ മേലെയാണ്. അതുകൊണ്ട് സിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് എടുക്കാം. 0 0 സെഡ് ആയിരിക്കും സിയുടെ കോർഡിനേറ്റ്സ്. ഇനി നമുക്ക് അപ്പോൾ ആക്സിൻ്റെ മേലെയുള്ള ഒരു പോയിൻ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എക്സ് ആക്സിൻ്റെ മേലെയുള്ളൊരു പോയിൻ്റ്, ജനറൽ പോയിൻ്റ്, അതിൻ്റെ ഒരു ഫോമാണ് നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത് x 0 0. വൈ ആക്സിൻ്റെ മേലെയാകുമ്പോൾ 0 y 0. സെഡ് കോർഡിനേറ്റും എക്സ് കോർഡിനേറ്റും വൈ ആക്സിൻ്റെ മേലെയാകുമ്പോൾ 0 ആയിരിക്കും. അതുപോലെ സെഡ് ആക്സിൻ്റെ മേലുള്ളൊരു പോയിൻറ്റിൻ്റെ സെഡ് കോർഡിനേറ്റ് മാത്രമേ 0 അല്ലാതെ ഉണ്ടാവുള്ളൂ, ബാക്കി രണ്ടും 0 ആയിരിക്കും. ഇനി നമ്മൾ പ്ലെയിനിൻ്റെ മേലെ എടുക്കാം. ഡി എന്ന് പറയുന്ന പോയിൻ്റ് ഏത് പ്ലെയിനിലാണ് ഉള്ളത്? എക്സ് വൈ പ്ലെയിനിലാണ്. അപ്പോൾ എക്സ് വൈ പ്ലെയിനിലാവുമ്പോൾ ഡി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എക്സും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഉണ്ടാവും. അതിന് സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുപോലെ ഇ എന്ന് പറയുന്ന പോയിൻ്റ് ഏത് പ്ലെയിനിലാണുള്ളതെന്ന് ശ്രദ്ധിക്കുക. ഇ എന്ന് പറയുന്ന പോയിൻ്റ് വൈ സെഡ് പ്ലെയിനിലാണുള്ളത്. വൈ സെഡ് പ്ലെയിനുള്ള ഒരു പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പം ഇ എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0. ബാക്കി രണ്ടും ഉണ്ടാവും, അതായത് വൈയും സെഡും ഉണ്ടാവും. ഇനി നമുക്കറിയാം അടുത്ത പ്ലെയിനിൻ്റെ മുകളിലുള്ള ഒരു പോയിൻ്റാണ് എഫ്. അത് ഏത് പ്ലെയിനിലാണ്? എക്സ് ഇസഡ് പ്ലെയിനിലാണ്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റും ഉണ്ടാവും, സെഡ് കോർഡിനേറ്റും ഉണ്ടാവും. പക്ഷേ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ എഫിനെ എങ്ങനെ എഴുതാം? എഫിനെ നമ്മൾ എഴുതുന്നത് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, അതുപോലെ സെഡ് കോർഡിനേറ്റും ഉണ്ടാവും. പക്ഷേ വൈ കോർഡിനേറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. 3 ഉണ്ടാവും, പക്ഷേ അതിൻ്റെ വാല്യൂ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ ഓരോ പ്ലെയിനിലുള്ള പോയിൻറ്റും പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ ആക്സിന് മേലെയുള്ള പോയിൻറ്റും പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ പോയിൻ്റ് പി എന്ന് പറയുന്ന പോയിൻ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. പിക്ക് എക്സ് വൈ സെഡ് അത് സ്പേസിലുള്ള ഒരു പോയിൻ്റായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ കോർഡിനേറ്റ് പ്ലെയിൻസിൽ വരാത്തത് കൊണ്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന കോർഡിനേറ്റാണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. 3 ഡയമെൻഷണൽ പ്ലെയിനിൽ 2 പോയിൻറ്റിനിടയിലുള്ള ദൂരം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? അപ്പോൾ ഈ ചിത്രം ഒന്ന് പരിശോധിക്കാം നമുക്ക്. 2 പോയിൻറ്റിനെ ഞാനിവിടെ പി ക്യൂ എന്നെടുത്തിട്ടുണ്ട്. സപ്പോസ് പി ഈസ് ദി പോയിൻറ്റ് x1 y1 z1 ആൻഡ് ക്യൂ ഈസ് ദി പോയിൻറ്റ് x2 y2 z2. പിയുടെ കോർഡിനേറ്റ്സ് x1 y1 z1ഉം ക്യൂവിൻ്റെ കോർഡിനേറ്റ്സ് x2 y2 z2 ആണെങ്കിൽ നമ്മളിവിടെ വരച്ചിട്ടുള്ള പ്രകാരം പിയും ക്യൂവും ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇനി പിയും ക്യൂവും ഉൾപ്പെടുന്ന ആ പോയിൻറ്റ്സ് ഉൾപ്പെടുന്ന രീതിയിൽ അതിൻ്റെ ഒരു ക്യൂബോയിഡ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. 3D ആയതുകൊണ്ട് നമുക്കതിൻ്റെ ആ ഡിസ്റ്റൻസ് കറക്റ്റായിട്ട് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യൂബോയിഡ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ദൂരം പി ക്യു ആണ് നമ്മുടെ ദൂരം. എങ്ങനെ ഈ പി ക്യൂൻ്റെ ഫോർമുല നമുക്ക് ഡിറൈവ് ചെയ്യാം? അപ്പോൾ ഇതിനകത്ത് പി എ ക്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് ട്രയാങ്കിൾ പി എ ക്യൂ. അവിടെ എ എന്ന് പറയുന്ന പോയിൻറ്റിൽ 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങളതൊന്ന് മനസ്സിൽ കണ്ടു നോക്കണം. ഇവിടെ ഈ പോയിൻറ്റിൽ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. കാരണം ഇത് ഈ ഒരു ഫേസിലുള്ള ലൈനാണ് ക്യു എ, അതുപോലെ ഒരു എഡ്ജാണ് പി എ. അപ്പോഴത് തമ്മിലുള്ള ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ റൈറ്റ് ട്രയാങ്കിളിൽ നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആകുമ്പോൾ പി ക്യു ആയിരിക്കും അതിൻ്റെ ഹൈപ്പോട്ടനിസ്. പി ക്യു ആണ് അതിൻ്റെ ഹൈപ്പോട്ടനിസ്.
അതിൻ്റെ ബേസ് എ ക്യു ആണ്, അതുപോലെ ഹൈറ്റ് എ പി ആണ് അല്ലെങ്കിൽ പി എ ആണ്. നമുക്ക് ഉടനെ എഴുതാം ഹൈപ്പോട്ടൻസ് സ്ക്വയർ പൈത്തഗോറസ് തിയറം പ്രകാരം പി ക്യു സ്ക്വയർ ഈക്വൽ ടു പി എ സ്ക്വയർ പ്ലസ് എ ക്യു സ്ക്വയർ. കൃത്യമായിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ നമ്മുടെ പൈത്തഗോറസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. അതേപോലെ ഇതിനകത്ത് മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏതാണ് റൈറ്റ് ട്രയാങ്കിൾ? നമ്മുടെ ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എ എൻ ക്യു. അതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. എ എൻ ക്യു വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ മനസ്സിലാവുന്നുണ്ട്. എ എൻ ക്യു ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. അതുപോലെ അപ്പോൾ ഈ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിളാണ്. അതിൻ്റെ ഹൈപ്പോട്ടൻസ് ആരാണ്? എ ക്യു ആണ്. എ ക്യു ആണ് ഹൈപ്പോട്ടൻസ്. അതുപോലെ ബേസ് എ എൻ ആണ്, ക്യു എൻ ആണ് അതിൻ്റെ ഹൈറ്റ്. അപ്പം നമുക്കതുപോലെ ഇപ്പോൾ എഴുതിയതുപോലെ ഒരു ഇക്വേഷൻ നമുക്ക് ഈ ട്രയാങ്കിളിലും എഴുതാം. ആ ട്രയാങ്കിളിൽ നമ്മൾ പി എ എൻ ക്യു എന്ന് പറയുന്ന ട്രയാങ്കിളിൽ എ ക്യു ആണ് ഹൈപ്പോട്ടൻസ്. ദെർഫോർ വി റൈറ്റ് എ ക്യു സ്ക്വയർ ഈക്വൽ ടു എ എൻ സ്ക്വയർ പ്ലസ് എൻ ക്യു സ്ക്വയർ. ആ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കും. ഇനി ഇക്വേഷൻ നമ്പർ 1 എ ക്യു സ്ക്വയറിന് പകരം നമുക്ക് എ എൻ സ്ക്വയർ പ്ലസ് എൻ ക്യു സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ പി ക്യു സ്ക്വയർ ഈക്വൽ ടു, അതായത് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എ ക്യു സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫ്രം ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2, ഇക്വേഷൻ നമ്പർ 1 ആൻഡ് 2 നമുക്ക് കിട്ടുന്നത് എ ക്യു സ്ക്വയറിനെ നമ്മൾ പി ക്യു സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ക്യു സ്ക്വയർ ഈക്വൽ ടു പി എ സ്ക്വയർ പ്ലസ് എ ക്യു സ്ക്വയറിന് പകരം എ എൻ സ്ക്വയർ പ്ലസ് എൻ ക്യു സ്ക്വയറിന് എഴുതും. ഇനി നമുക്ക് ഈ ദൂരങ്ങൾ പി എ എന്ന് പറയുന്ന ദൂരം, അതുപോലെ എ എൻ എന്ന് പറയുന്ന ദൂരം, എൻ ക്യു എന്ന് പറയുന്ന ദൂരം ഏതൊക്കെയാണെന്ന് ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. അവിടെ പി എ എന്ന് പറയുന്ന ദൂരം ഒന്ന് ശ്രദ്ധിക്കുക. പി എ എന്ന് പറയുന്ന ദൂരം ഇതാണ് അല്ലേ. ഇതിന് പാരലൽ ആരാണ്? വൈ ആക്സിസ് ആണ്. അപ്പോൾ പി എ എന്ന് പറയുന്ന ദൂരത്തിന് പാരലാണ് വൈ ആക്സിസ്. അതുകൊണ്ട് തന്നെ പി എ എന്ന് പറയുന്ന ദൂരം നമ്മുടെ പിയുടെ വൈ കോർഡിനേറ്റും എയുടെ വൈ കോർഡിനേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് ആയിരിക്കും. കാരണം ഈ എയും ക്യൂവും ഒരേ പ്ലെയിനിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എയുടെ ഒരേ പ്ലെയിനാണ്, അത് പെർപെൻഡിക്കുലർ ടു വൈ ആക്സിസ് ആയിട്ട് വരുന്ന പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഈ എയുടെയും ക്യൂവിൻ്റെയും വൈ കോർഡിനേറ്റ്സ് സെയിം ആയിരിക്കും. അപ്പം നമുക്ക് പി എ എന്ന് പറയുന്ന ദൂരം എയുടെ വൈ കോർഡിനേറ്റ്, അതായത് ക്യൂവിൻ്റെ വൈ കോർഡിനേറ്റ് y2 ആണ്, പിയുടെ വൈ കോർഡിനേറ്റ് y1 ആണ്. y2 മൈനസ് y1 എന്ന് പറയുന്ന ദൂരമായിരിക്കും പി എ എന്ന് പറയുന്ന ദൂരം. അതുപോലെ എ എൻ നോക്കുക. എ എന്ന് പറയുന്നത് ആർക്ക് പാരലായിട്ടാണ് വരുന്നത്? എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഒരു ലൈനാണ് എ എൻ. അതുകൊണ്ട് തന്നെ ഈ എ എന്ന് പറയുന്ന ദൂരം ഈ പിൻ്റെ ക്യൂവിൻ്റെയും എക്സ് കോർഡിനേറ്റുകൾ തമ്മിലുള്ള ദൂരങ്ങളുടെ വ്യത്യാസമായിരിക്കും. എക്സ് കോർഡിനേറ്റുകളുടെ വ്യത്യാസമായിരിക്കും. അതായത് എയുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് ആണ്. എൻ ഉൾപ്പെടുന്നത് ഏത് പ്ലെയിനിലാണ്? പി ഉൾപ്പെടുന്ന പ്ലെയിനിലാണ് ആരുള്ളത്? എൻ ഉള്ളത്. അപ്പോൾ തന്നെ പിയുടെ അതേ പൊസിഷനിലായതുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്ന ദൂരം പിയുടെ അതേ ലെവലിലാണ് ആരുള്ളത്? എൻ ഉള്ളത്. അതുകൊണ്ട് പിയുടെ എ എന്ന് പറയുന്ന ദൂരത്തിനെ നമുക്ക് എയുടെ എക്സ് കോർഡിനേറ്റ്, അതായത് ക്യൂവിൻ്റെ എക്സ് കോർഡിനേറ്റ് മൈനസ് പിയുടെ എക്സ് കോർഡിനേറ്റ് എന്നുള്ള ആ വാല്യൂ ആയിരിക്കും എ എൻ എന്ന് പറയുന്ന ദൂരം. അപ്പം നമുക്കതിനെ എ എന്നിനെ x2 മൈനസ് x1 എന്ന് വിളിക്കാം. ഇനി എൻ ക്യൂ നോക്കുക. എൻ ക്യൂ നമ്മൾ എടുക്കുമ്പോൾ ഒ ഇസെഡിന് പാരലായിട്ടാണ് ഉള്ളത് അല്ലേ. ഒ ഇസെഡിന് പാരലാകുമ്പോൾ എൻ താഴെയും ക്യൂ മേലെയാണ്. അപ്പം മേലെ വരുന്നത് ക്യൂവിൻ്റെ സെറ്റ് കോർഡിനേറ്റ്, താഴെ വരുന്നത് എന്നിൻ്റെ സെറ്റ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ പിയുടെ സെറ്റ് കോർഡിനേറ്റ് ആയിരിക്കും. അപ്പോൾ Z2 മൈനസ് Z1 ആയിരിക്കും ക്യൂ എന്ന് പറയുന്നത്. Z2 മൈനസ്
Z1. ഇനി ഇവിടെ തന്നെ ശ്രദ്ധിക്കാം, ഈ 3 ദൂരങ്ങൾ ആണ് നമുക്കിവിടെ ഈ ഇക്വേഷനിൽ കിട്ടിയിട്ടുള്ളത്. ദെർഫോർ വി ക്യാൻ റൈറ്റ് PA² ഈസ് ഈക്വൽ ടു x2, ആദ്യം വരുന്നത് y2 മൈനസ് y1 അല്ലേ. അത് നമുക്ക് ആദ്യം NQൻ്റെ ദൂരം ആദ്യം എഴുതാം. അതായത് AN ആണ് ആദ്യം എഴുതേണ്ടത്. എക്സിൻ്റെത് ആദ്യം എഴുതാം. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. നമ്മൾ AN² ആണ് ആദ്യം എഴുതിയത്. പിന്നെ നമുക്ക് PA² എഴുതാം. y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി NQന് എഴുതാം. സെറ്റ് കോർഡിനേറ്റ്സ് Z2 മൈനസ് Z1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് PQ², പിയും ക്യൂവും തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയർ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെർഫോർ വി ക്യാൻ റൈറ്റ് PQ ആസ് സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് Z2 മൈനസ് Z1 ഹോൾ സ്ക്വയർ. ഇപ്പോൾ PQ എന്ന് പറയുന്ന ദൂരം, ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്ന ഫോർമുല. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഓർത്ത് വെക്കാം. PQ where P is the point x1 y1 z1 and Q is the point x2 y2 z2. Therefore the distance between P and Q, it is root of x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ള ഒരു ഫോർമുലയാണിത്. ഓർത്ത് വെക്കുക, ഡിസ്റ്റൻസ് ഫോർമുല. നേരത്തെ നിങ്ങൾ 2 പോയിൻറ്റുകൾക്കിടയിലുള്ള ദൂരം 2 ഡയമെൻഷണൽ പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ സെറ്റ് കോർഡിനേറ്റ് ഉണ്ടായിരുന്നില്ല. ഇതിനകത്ത് സെറ്റ് കോർഡിനേറ്റ് കൂടി ഉൾപ്പെട്ടിട്ടുള്ളൊരു ഫോർമുലയാണ്. നന്നായിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പെയർ ഓഫ് പോയിൻറ്റ്സ് -3 7 2 ആൻഡ് 2 4 -1. ഇവിടെ നമുക്ക് 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. സ്പേസിലുള്ള 2 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിനിടയിലുള്ള ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Therefore first we write the formula. Distance D equal to square root of x2 minus x1 whole square plus y2 minus y1 whole square plus z2 minus z1 whole square. That is equal to square root of 2 minus -3, -3. Therefore 2 plus 3 whole square plus 4 minus 7 whole square plus -1 minus 2 whole square. That is equal to root of 2 plus 3 5 square plus 4 minus 7 is -3 square plus -1 minus 2 is -3 again square. That is equal to root of 25 plus 9 plus 9. That is equal to square root of value നമുക്ക് എഴുതാം 43. The first square root of 43 is the distance of the point, the given to first point from the second point. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദി പോയിൻറ്റ്സ് -2 3 5 1 2 3 ആൻഡ് 7 0 -1 ആർ കൊളീനിയർ. എപ്പോഴാണ് നമ്മൾ 3 പോയിൻറ്റ്സ് കൊളീനിയർ ആണെന്ന് പറയുന്നത്? ഈ 3 പോയിൻറ്റ്സ് ഒരു ലൈനിൻ്റെ മേലെയാണെങ്കിൽ നമ്മളതിനെ കൊളീനിയർ എന്ന് പറയും അല്ലേ. പോയിൻറ്റ്സ് ആർ കൊളീനിയർ എന്ന് പറയും. അപ്പോൾ ഈ 3 പോയിൻറ്റ്സിനെ നമുക്ക് ABC എന്ന് വിളിക്കാം. ലെറ്റ് ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B ആൻഡ് ക്യാപിറ്റൽ C be the given points, be the points. ഈ 3 പോയിൻറ്റ്സിനെ നമ്മൾ ABC എന്ന് വിളിക്കുന്നു. ഇനി എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം ആദ്യം കണ്ടുപിടിക്കാം. AB ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 1 minus -2, that is 1 plus 2 whole square plus 2 minus 3 whole square plus 3 minus 5 whole square. That is equal to root of 3 square, that is 9, -1 square 1 plus
3 minus 2 is negative, 3 minus 5 is negative 2, negative 2 all square is 4. Therefore it is equal to root 14. ഇനി നമ്മൾ എ ബി കണ്ടുപിടിക്കുന്നു. അതുപോലെ ബി സി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബി സി കണ്ടുപിടിക്കാം. Therefore BC is equal to square root of 7 minus 1 all square plus 0 minus 2 all square plus minus 1 minus 3 all square. It is equal to 7 minus 1 is 6, 6 square is 36, negative 2 square is 4 and negative 4 square is 60. Therefore it is equal to square root of 56. 20 plus 36, it is root 56. AC is equal to square root of AC എന്ന് പറയുന്നത് മൂന്നാമത്തെ പോയിൻറ്റും ഒന്നാമത്തെ പോയിൻറ്റും തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ 7 minus 2, 7 plus 2 all square plus 0 minus 3 all square plus minus 1 minus 5 all square is equal to root of 7 plus 2 is 9, 9 square is 81 plus 3 square is 9 plus negative 6 square is 36. Therefore it is equal to 90 plus 36, that is 126, square root of 126. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൽ ലെങ്ത്ത് കൂടിയ സെഗ്മെൻറ്റ്, അതായത് എ സി ആണ് ഏറ്റവും ലെങ്ത്ത് കൂടിയിട്ടുള്ളത്. അതുപോലെ ലെങ്ത്ത് കൂടിയ ഈ വാല്യൂ മറ്റ് രണ്ട് വാല്യൂവിൻ്റെ സമ്മിനോട് ഈക്വൽ ആണോ നോക്കണം അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്കത് നോക്കാം. നമുക്ക് കിട്ടിയത് എ ബി ഈക്വൽ ടു റൂട്ട് 14 ആണല്ലേ. ബി സി എന്താണ്, റൂട്ട് 56 ആയിരുന്നു. എ സി കിട്ടിയത് റൂട്ട് 126 ആണ്. ഇനി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ലെങ്ത്ത് കൂടിയത് എ സി ആണ്. എ സി ഈക്വൽ ടു എ ബി പ്ലസ് ബി സി ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 പോയിൻറ്റ്സ് ഒരു ലൈനിൻ്റെ മേലെ ആയിരിക്കും. ഇനി അതങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഒറ്റ നോട്ടത്തിൽ നമുക്കത് ക്ലിയർ അല്ല. Therefore we find out AB is equal to root 14. ഇനി ബി സി എന്ന് പറയുന്ന ലെങ്ത്ത് നമുക്കറിയാം, ബി സി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 into 14 ആണ് അല്ലേ. 4 into 14 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 root 14 ആണ്. ഇനി എ സി എന്ന് പറയുന്ന ദൂരം നമുക്കറിയാം 9 into 14 ആണ്, അതായത് റൂട്ട് 9 into 14 ആണ്. 126 is 9 into 14. Therefore root 9 into 14. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 3 root 14 എഴുതാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നു, അതായത് എ ബിയും ലെങ്ത്ത് കുറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ലെങ്ത്ത് കുറഞ്ഞ സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുന്നു. എ ബി പ്ലസ് ബി സി ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് റൂട്ട് 14 പ്ലസ് 2 root 14. ക്ലിയർലി ഇറ്റ് ഈസ് 3 root 14. 3 root 14 എന്ന് പറഞ്ഞാൽ എ സി ആണ്. അപ്പോൾ എ ബിയും ബി സിയും ആഡ് ചെയ്യുമ്പോൾ എ സി കിട്ടുന്നു. അതിനർത്ഥം ഈ 3 പോയിൻറ്റ്സും ഒരു ലൈനിൻ്റെ മേലെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ചോദ്യം നോക്കാം. ഷോ ദാറ്റ് ദി പോയിൻറ്റ്സ് 0, 7, 10, -166 ആൻഡ് -496 ആർ ദി വേർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ വേർട്ടിസസ് ആണ് ഈ 3 പോയിൻറ്റ്സ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് പ്രൂവ് ചെയ്യുക എന്നതാണ്. അതിൽ നമുക്ക് ഈ 3 പോയിൻറ്റ്സിനെ ക്യാപിറ്റൽ എ, ബി ആൻഡ് സി എന്ന് വിളിക്കാം. അപ്പോൾ ലെറ്റ് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി ആൻഡ് ക്യാപിറ്റൽ സി ബി ദി പോയിൻറ്റ്സ്. ഈ 3 പോയിൻറ്റ്സിനെ നമ്മൾ എ ബി സി എന്ന് വിളിക്കുന്നു. ഇനി അതിൽ എ ബി എന്ന് പറയുന്ന ലെങ്ത്ത്, എ ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. -1 - 0 ദാറ്റ് ഈസ് -1 ഹോൾ സ്ക്വയർ പ്ലസ്
6 minus 7, that is minus 1 square, plus 6 minus 10, negative 4 square. That is equal to square root of 1 plus 16. That is equal to square root of 80. ഇപ്പോൾ എ ബി കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത സൈഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബി സി ആണ്. ബി സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബി സിയുടെ ലെങ്ത്ത് -4 minus -1, that is -3 whole square, plus 9 minus 6, that is 3 square, plus 6 minus 6, that is 0 square. It's equal to root of 9 plus 9, that is equal to root 80. രണ്ട് സൈഡ് കിട്ടിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സൈഡ് എ സി ആണ്. എ സി ഈസ് ഈക്വൽ ടു എ സി ഈസ് -4 minus 0, that is -4 square, plus 9 minus 7. 9 minus 7 is 2 square, plus then 6 minus 10. 6 minus 10 is negative 4 square. That is equal to root of 16 plus 4 plus 16. That is equal to 16 plus 16 is 32. 32 plus 6 is 36. Root 36 ആണ് നമ്മുടെ വാല്യൂ. നമുക്കത് വേണമെങ്കിൽ 6 എന്ന് എഴുതാം. ഇനി നോക്കാം പൈത്തഗോറസ് ലോ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ലെങ്ത്ത് കൂടിയ സൈഡ് എ സി ആണല്ലേ. നമുക്ക് ലെങ്ത്ത് കുറഞ്ഞ രണ്ട് സൈഡ് ഏതൊക്കെയാണ്? ബി സിയും എ ബിയും ആണ്. ദഫോ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുന്നു. എ ബി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു റൂട്ട് 18 സ്ക്വയർ പ്ലസ് റൂട്ട് 18 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 18 പ്ലസ് 18 ഈക്വൽ ടു 36, ആൻഡ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ. അപ്പോൾ ഇവിടെ കിട്ടിയത് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈക്വൽ ടു എ സി സ്ക്വയർ. തീർച്ചയായിട്ടും കോമൺ എ ബിക്കും ബി സിക്കും കോമൺ ആയിട്ട് വരുന്ന ആംഗിൾ, അതായത് ബി എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ദെർഫോർ ട്രയാങ്കിൾ എ ബി സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇത്രയും പൈത്തഗോറസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് സൈഡ്സിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നു, എന്നിട്ട് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സെറ്റ് ഓഫ് പോയിൻറ്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദി പോയിൻറ്റ്സ് 1 2 3 ആൻഡ് 3 2 നെഗറ്റീവ്. ഈ രണ്ട് പോയിൻറ്റിൽ നിന്നും ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിൻ്റെ ഇക്വേഷനാണ് നമുക്ക് വേണ്ടത്. ഇക്വേഷൻ ഓഫ് ദി സെറ്റ് ഓഫ് പോയിൻറ്റ്സ് വിച്ച് ആർ ഇക്വിഡിസ്റ്റൻറ്റ് ഫ്രം ദി പോയിൻറ്റ്സ് 1 2 3 ആൻഡ് 3 2 1, 3 2 നെഗറ്റീവ് 1. ഈ തന്നിട്ടുള്ള രണ്ട് പോയിൻറ്റ്സിനെ നമുക്ക് എ ബി എന്ന് വിളിക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ ആൻഡ് ക്യാപിറ്റൽ ബി ബി ദി പോയിൻറ്റ്സ്. തന്ന പോയിൻറ്റ്സ് 1 2 3 ആൻഡ് 3 2 നെഗറ്റീവ് 1, 3 2 നെഗറ്റീവ് 1. തന്നിട്ടുള്ള രണ്ട് പോയിൻറ്റ്സിനെ നമ്മൾ എ ബി എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് കിട്ടേണ്ട പോയിൻ്റ്, അതായത് ലെറ്റ് പി ബി ദി പോയിൻ്റ് എക്സ് വൈ സെറ്റ്. ലെറ്റ് പി എക്സ് വൈ സെറ്റ് ബി the point which is equidistant from the given points, അതായത് എ ആൻഡ് ബി. എയിലും ബിയിൽ നിന്നും ഇക്വിഡിസ്റ്റൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് നമുക്ക് പി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തെഴുതാം? എയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരവും ബിയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. ദർഫോർ വി ക്യാൻ റൈറ്റ് ഫസ്റ്റ്, ദർഫോർ എ പി ഈക്വൽ ടു, നോട്ട് എ ബി, എ പി ഈക്വൽ ടു ബി പി. പിയിൽ നിന്ന് എയിലേക്കുള്ള ദൂരവും പിയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ എ പി ഈക്വൽ ടു ബി പി ആയിരിക്കും. നമുക്ക് ആ ഫോർമുല അപ്ലൈ ചെയ്യാം. റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 3 ഹോൾ സ്ക്വയർ, എയിലേക്കുള്ള ദൂരം, ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് -1 ദറ്റ് ഈസ് സെഡ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇവിടെ ഈക്വൽ ആയിരിക്കും. രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്താൽ നമുക്ക് റൂട്ട് ഒഴിവാക്കാം. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇവിടെ നമുക്ക് വൈ മൈനസ് 2 ഹോൾ സ്ക്വയറിനെ രണ്ട് ഭാഗത്തും കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്യാം. ഇനി എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറും സെഡ് മൈനസ് 3 ഹോൾ സ്ക്വയറും അതുപോലെ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറും സെഡ് പ്ലസ് 1 ഹോൾ സ്ക്വയറും നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയറിനെ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എക്സ്പാൻഡ് ചെയ്യാം. അതുപോലെ നമുക്ക് കിട്ടുന്ന സെഡ് മൈനസ് 3 ഹോൾ സ്ക്വയറിനെ സെഡ് സ്ക്വയർ മൈനസ് 6z പ്ലസ് 9 നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇനി റൈറ്റിലുള്ള ടേംസ് ഒന്ന് ശ്രദ്ധിക്കാം. റൈറ്റിൽ വരുന്നത് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറും സെഡ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറിനെ എക്സ് സ്ക്വയർ മൈനസ് 6x പ്ലസ് 9, സെഡ് പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ സെഡ് സ്ക്വയർ പ്ലസ് 2z പ്ലസ് 1 എന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറും സെഡ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള ടേംസ് എക്സ് സ്ക്വയർ കട്ട് ചെയ്യാം, സെഡ് സ്ക്വയർ കട്ട് ചെയ്യാം. അതുപോലെ ബാക്കിയുള്ള ഇക്വേഷൻസിനെ ഒന്ന് റെഡിയാക്കിയാൽ മൈനസ് 2x പ്ലസ് മൈനസ് 6z അല്ലേ പ്ലസ് 10 ഈക്വൽ ടു മൈനസ് 6x പ്ലസ് 2z പ്ലസ് 10 കിട്ടും. ആ 10 നമുക്കൊന്ന് കട്ട് ചെയ്യാം. ദർഫോർ മൈനസ് 2xും പ്ലസ് 6xും 4x വരും അല്ലേ. മൈനസ് 6zും മൈനസ് 2zും മൈനസ് 8z വരും ഈക്വൽ ടു 0. ഡിവൈഡിങ് ബൈ 4 എക്സ് മൈനസ് 2z ഈക്വൽ ടു 0. Therefore x equal to 2z is the equation of the set of points which are equidistant from the point 1, 2, 3 and 3 to -1. അപ്പോൾ ആ കണ്ടീഷൻ എടുത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ദിസ് ഈസ് ദി റിക്വയർഡ് ഇക്വേഷൻ. ഈ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിലുള്ള ഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നന്നായിട്ട് മനസ്സിലാക്കി, ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി, ഫോർമുലയൊക്കെ നമ്മൾ നന്നായി ഉറപ്പിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക എല്ലാവരും. അടുത്തൊരു വീഡിയോയിൽ കാണാം.